ഭഗവദ്ഗീതയിലെ 29 ശ്ലോകങ്ങൾ ഉള്ള കർമ്മസന്യാസ യോഗ എന്ന 5-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഫലേച്ഛ കൂടാതെ കർമ്മങ്ങൾ ചെയ്യാൻ ശീലിച്ചാൽ നമുക്ക് മനസ്സിന്റെ സന്തുലാവസ്ഥയും അതുവഴി ജീവിത സാക്ഷാത്കാരവും നേടാം. ആ വഴികൾ ഭഗവാൻ വിശദമായി പറഞ്ഞു തരുന്നു. സംസ്കൃത ശ്ലോകം കേട്ട ഉടൻ അതിന്റെ മലയാള വിവർത്തനവും കേൾക്കാം. അഥ പഞ്ചമോऽധ്യായഃ. അർജുന ഉവാച സന്ന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛ്രേയയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, ഹേ കൃഷ്ണ, സന്യാസവും പിന്നെ കർമ്മയോഗവും അങ്ങ് ഉപദേശിക്കുന്നു. ഈ രണ്ടിൽ ഏതാണ് ശ്രേയസ്കരം എന്നത് നിശ്ചിതമായി എനിക്ക് പറഞ്ഞു തരിക. ശ്രീഭഗവാനുവാച സന്ന്യാസകർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്ന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, സന്യാസവും കർമ്മയോഗവും രണ്ടും മുക്തിപ്രദമാണ്. എന്നാൽ ആ രണ്ടിൽ കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗമാണ് ശ്രേഷ്ഠം. നിത്യസന്ന്യാസി യോ നദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. മഹാബാഹോ, ഏതൊരുവൻ ദ്വേഷിക്കുകയും കാംക്ഷിക്കുകയും ചെയ്യുന്നില്ലയോ അവൻ നിത്യസന്യാസി എന്നറിയുക. എന്തുകൊണ്ടെന്നാൽ ദ്വന്ദ്വാതീതൻ ബന്ധത്തിൽ നിന്ന് നിഷ്പ്രയാസം മുക്തനാകുന്നു. സാംഖ്യയോഗോ പൃഥഗ് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യഗ് ഉഭയോർവിന്ദതേ ഫലം. സാംഖ്യവും യോഗവും വെവ്വേറെയായി അജ്ഞന്മാർ പറയുന്നു. പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നില്ല. ഒന്നെങ്കിലും വേണ്ടവിധം അനുഷ്ഠിക്കുന്ന പക്ഷം രണ്ടിന്റെയും ഫലം ലഭിക്കും. യത്സാംഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. ഏത് സ്ഥാനം സാംഖ്യന്മാർ നേടുമോ അത് യോഗികളും നേടും. സാംഖ്യവും യോഗവും ഒന്നുതന്നെയെന്ന് കാണുന്നവനത്രേ സത്യത്തെ കാണുന്നവൻ. സന്ന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. ഹേ മഹാബാഹോ, എന്നാൽ സന്യാസം യോഗം കൂടാതെ പ്രാപിക്കാൻ പ്രയാസമാണ്. യോഗനിഷ്ഠനായ മുനി വേഗത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ശുദ്ധചിത്തനും മനഃസംയമനം സാധിച്ചവനും ജിതേന്ദ്രിയനും സർവഭൂതങ്ങളിലുമുള്ള ആത്മാവു തന്നെ തന്നിലുമുള്ളതെന്ന് കാണുന്നവനുമായ കർമ്മയോഗി കർമ്മം ചെയ്യുന്നെങ്കിലും അതുമൂലം ബദ്ധനായിത്തീരുന്നില്ല. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷം നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. യോഗയുക്തനായ തത്വജ്ഞൻ കാണുക, കേൾക്കുക, സ്പർശിക്കുക, മണക്കുക, ഭക്ഷിക്കുക, നടക്കുക, ഉറങ്ങുക, ശ്വസിക്കുക, സംസാരിക്കുക, മലമൂത്രവിസർജനം ചെയ്യുക, എടുക്കുക, കണ്ണു തുറക്കുക, കണ്ണടയ്ക്കുക,
ഇവയൊക്കെ ചെയ്താലും ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്നു. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പദ്മപത്രമിവംഭസ. യാതൊരുവൻ ആസക്തി കൈവിട്ട് ബ്രഹ്മത്തിൽ സമർപ്പിച്ച് കർമ്മം അനുഷ്ഠിക്കുന്നുവോ അവൻ വെള്ളത്താൽ നനക്കാൻ പറ്റാത്ത താമരയിലെ പോലെ പാപത്താൽ മലിനമാക്കപ്പെടുന്നില്ല. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും ഇന്ദ്രിയങ്ങൾ മാത്രം കൊണ്ടും ആത്മശുദ്ധിക്കു വേണ്ടി യോഗികൾ നിസ്സംഗരായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യോഗയുക്തൻ കർമ്മഫലം ഉപേക്ഷിച്ചു ദൃഢപ്രതിഷ്ഠമായ ശാന്തി കൈവരിക്കുന്നു. യുക്തനല്ലാത്തവൻ കാമം മൂലം ഫലത്തിൽ ആസക്തനായി ബദ്ധനായിത്തീരുന്നു. സർവകർമാണി മനസാ സന്ന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. സർവകർമ്മങ്ങളും മനസ്സ് കൊണ്ട് ഉപേക്ഷിച്ച് ഇന്ദ്രിയ മനോജയം നേടിയ ദേഹധാരിയായ ജീവാത്മാവ് പ്രവർത്തിക്കാതെയും പ്രവർത്തിപ്പിക്കാതെയും 9 വാതിലുള്ള പുരത്തിൽ ശരീരത്തിൽ സുഖമായി വസിക്കുന്നു. ന കർതൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഈശ്വരൻ പ്രാണികൾക്ക് കർമ്മങ്ങളെയോ അവയുടെ കർത്തൃത്വത്തെയോ സൃഷ്ടിക്കുന്നില്ല, അവരെ കർമ്മഫലത്തോട് സംയോജിപ്പിക്കുന്നുമില്ല. സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ഈശ്വരൻ ആരുടെയും പാപവും സുകൃതവും സ്വീകരിക്കുന്നില്ല. ജ്ഞാനം അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ജീവികൾ മോഹത്തിലാണ്ടുപോകുന്നു. ജ്ഞാനേന തു തദ്ജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. എന്നാൽ ആരുടെ ഈ അജ്ഞാനം ആത്മജ്ഞാനത്താൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് ആദിത്യന് വസ്തുക്കളെയെന്ന പോലെ ജ്ഞാനം പരമമായ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നു. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. ബ്രഹ്മത്തിൽ മനസ്സൂന്നിയവരും ബ്രഹ്മ താതാത്മ്യം പ്രാപിച്ചവരും ബ്രഹ്മനിഷ്ഠരും ബ്രഹ്മത്തെക്കുറിച്ചല്ലാതെ മറ്റൊരു ചിന്തയില്ലാത്തവരുമായവർ ജ്ഞാനത്താൽ പാപമകന്നു മോക്ഷപദത്തെ പ്രാപിക്കുന്നു. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവശ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. വിദ്യാഭ്യാസവും വിനയവുമുള്ള ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായയിലും ചണ്ടാളനിലും ബ്രഹ്മജ്ഞാനികൾ സമദൃഷ്ടികളാകുന്നു. ഇഹൈവ തൈതി തത്സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ.
ആരുടെ മനസ്സാണോ സമഭാവനയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത്, ഇവിടെ വച്ചു തന്നെ അവർ സംസാരത്തെ ജയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം നിർദോഷവും സമവുമാകുന്നു. അതുകൊണ്ടു അവർ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവരത്രേ. പ്രഹൃഷ്യേത്പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. പ്രിയം നേടി സന്തോഷിക്കുകയും അപ്രിയം വന്നു ചേർന്നാൽ ദുഃഖിക്കുകയും ചെയ്യാത്തവനും സ്ഥിരബുദ്ധിയും മോഹമില്ലാത്തവനും ആയവൻ ബ്രഹ്മജ്ഞനും ബ്രഹ്മത്തിൽ തന്നെ വർത്തിക്കുന്നവനുമാണ്. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യവിഷയങ്ങളിൽ അനാസക്തനായവൻ ആത്മാവിൽ ഏതു സുഖം അനുഭവിക്കുന്നുവോ അത് ബ്രഹ്മത്തിൽ യോഗയുക്താത്മാവായിട്ടുള്ളവൻ എന്നും അനുഭവിക്കുന്നു. സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ. ഹേ കൗന്ദേയ, ഏതു വിഷയസുഖങ്ങളാണോ ഇന്ദ്രിയങ്ങളുടെ വിഷയസമ്പർക്കം കൊണ്ടു ഉണ്ടാകുന്നത് അത് ദുഃഖപ്രദം തന്നെ. അവ ആദിയും അന്തവും ഉള്ളവയുമാണ്. വിദ്വാൻ അവയിൽ രമിക്കുന്നില്ല. നോതീഹൈവ യസ്സോഢും പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. ആരാണോ ഇവിടെ വച്ചു തന്നെ ശരീരനാശത്തിനു മുമ്പ് കാമക്രോധങ്ങൾ ഉളവാക്കുന്ന ക്ഷോഭത്തെ നിയന്ത്രിക്കാൻ ശക്തനാകുന്നത് അവൻ യോഗയുക്തനും സുഖമനുഭവിക്കുന്നവനുമാകുന്നു. യോऽന്തഃ സുഖോऽന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സ യോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോऽധിഗച്ഛതി. യാതൊരുവൻ ഉള്ളിൽ സുഖം കണ്ടെത്തുകയും ഉള്ളിൽ തന്നെ രമിക്കുകയും അതുപോലെ ഉള്ളിൽ തന്നെ ജ്ഞാനം കണ്ടെത്തുകയും ചെയ്യുന്നുവോ ആ യോഗി ബ്രഹ്മമായി തീർന്ന് ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. കൽമഷം ക്ഷയിച്ചവരും സംശയഹീനരും മനോജയം നേടിയവരും സർവഭൂതങ്ങളുടെയും ക്ഷേമത്തിൽ തൽപരരുമായ ഋഷിമാർ ബ്രഹ്മാനന്ദം നേടുന്നു. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ആത്മജ്ഞരും കാമക്രോധങ്ങളില്ലാത്തവരും മനസ്സിനെ നിയന്ത്രിച്ചവരും ആയ യോഗികൾക്ക് ഇഹത്തിലും പരത്തിലും ബ്രഹ്മനിർവാണം പ്രാപ്തമാകുന്നു. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണോ യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധഃ യഃ സദാ മുക്ത ഏവ സഃ. ബാഹ്യവിഷയങ്ങളെ പുറത്താക്കി നോട്ടം ഭൂമധ്യത്തിലുറപ്പിച്ച് മൂക്കിനുള്ളിൽ സഞ്ചരിക്കുന്ന പ്രാണന്റെയും അപാനന്റെയും ഗതി സമീകരിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് ഇച്ഛ, ഭയം, ക്രോധം ഇവ വെടിഞ്ഞ് മോക്ഷത്തിൽ തന്നെ തൽപരനായിരിക്കുന്ന മുനി
എപ്പോഴും മുക്തനായി ഭവിക്കുന്നു. ഭോക്താരം യജ്ഞതപസാ സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. യജ്ഞത്തിന്റെയും തപസ്സിന്റെയും ഭോക്താവും ലോകങ്ങളുടെയെല്ലാം നാഥനും എല്ലാ ജീവികളുടെയും സുഹൃത്തുമായി എന്നെ അറിയുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നു. ഭഗവദ്ഗീത അധ്യായം 5 സംന്യാസയോഗ ശ്ലോകങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി അധ്യായം 6 ആത്മസംയമയോഗ ശ്ലോക വീഡിയോകൾ തുടരും. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ആരുടെ കൃപയാലാണോ മൂകൻ വാഗ്മിയാകുന്നതും മുടന്തൻ മല കയറുന്നതും പരമാനന്ദ സ്വരൂപനായ ആ മാധവനെ ഞാൻ വന്ദിക്കുന്നു.